വാർത്തയിലേക്ക് വിശദമായി. ചരിത്രത്തിലെ ഏറ്റവും വിവാദഭരിതമായ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം. പ്രത്യേക പൂജകൾക്ക് ശേഷം നടയടച്ചു. താക്കോലുമായി പന്തളം രാജപ്രതിനിധി യാത്രയായി. ഒരു ക്ഷേത്ര വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ചർച്ചയായ മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല. പടിവാതിലിൽ നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഏത് മുന്നണിയെ തുണയ്ക്കുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. നടയടച്ചു, പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചാലും വിവാദം അവസാനിക്കുമെന്നും തോന്നുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളെയുള്ളൂ ബാക്കി. അതുവരെ ശബരിമല സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ശബരിമല വിവാദത്തെ കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള അവസരമായാണ് BJP കാണുന്നത്. സർക്കാരിനെതിരായ ഒരു വിഭാഗത്തിന്റെ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല വോട്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ഇടതുപക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വനിതാ മതിലിലൂടെ കഴിഞ്ഞുവെന്ന് ഇടതു വിലയിരുത്തൽ. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന മണ്ഡല മകരവിളക്ക് കാലം പോലീസ് നടപടികളില്ലാതെ പൂർത്തിയാക്കാനായതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരുപോലെ ആശ്വസിക്കാം. പുറത്ത് സംഘർഷമാളിയപ്പോഴും സന്നിധാനം ശാന്തമായിരുന്നു. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വ്യാജ പ്രചരണത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള കുറവ് ഇനി വരുന്ന മാസ പൂജകൾക്കെല്ലാം ക്ഷേത്രം തുറക്കുന്ന ദിവസം അവർ വരികയും അതിവിടെ അർച്ചനയിട്ട് ആ തുറവ് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ്. വിവാദങ്ങളും സംഘർഷങ്ങളും എല്ലാം ചേർന്നതോടെ ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 1 കോടി ഭക്തർ എത്തിയ സ്ഥാനത്ത് ഇക്കുറി എത്തിയത് 1/2 കോടി അയ്യപ്പന്മാർ. നടവരവ് 100 കോടി കുറഞ്ഞു. ശബരിമല എന്ന പേര് ലോകമാധ്യമങ്ങൾ വരെ നിറഞ്ഞ കാലം. ഭക്തി ആദരപൂർവ്വം വിളിച്ചിരുന്ന ശരണമന്ത്രങ്ങളെ ചിലർ മുദ്രാവാക്യമാക്കി മാറ്റിയ കാലം. യുവതികൾ സന്നിധാനത്ത് പ്രവേശിച്ച കാലം. ഈ മണ്ഡലകാലം ഇവിടെ പൂർണ്ണമാകുന്നു. ജനമനസ്സ് ശബരിമല വിഷയത്തിൽ ഏത് മുന്നണിക്കൊപ്പമാണെന്നറിയാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം R. കിരൺ ബാബു, ന്യൂസ് 18. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിക്കും. 48 ദിവസമായി തുടരുന്ന സമരം രാവിലെ 10:30 അവസാനിപ്പിക്കുക. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ BJPക്ക് പൂർണ്ണമായി വിജയിക്കാനായില്ലെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം അവസാനിക്കുന്നതിനാലാണ് നിരാഹാര സമരം പിൻവലിക്കാൻ BJP തീരുമാനിച്ചത്. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് വൈകുമെന്ന സൂചനകളും സമരം പിൻവലിക്കാൻ കാരണമായി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത്. ശബരിമല വിഷയത്തിലെ സമരം അവസാനിപ്പിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയിലെ വിശ്വാസം പൂർണ്ണമായി സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിജയിക്കാനായില്ലെന്ന സ്വയം വിമർശനവും ശ്രീധരൻപിള്ള നടത്തി. വിശ്വാസം സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഓരോ ഘട്ടത്തിലും അതിനെ സംബന്ധിച്ചിടത്തോളം ജനപിന്തുണ കൊണ്ടും ശബരിമല ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹ കാഴ്ചകൾ കൊണ്ടും മുന്നോട്ട് വിജയത്തിലേക്കാണ് കുതിക്കാൻ സാധിച്ചിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ ഭൂരിപക്ഷത്തെ ഭിന്നിപ്പിച്ച് ന്യൂനപക്ഷ വോട്ട് നേടാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. വലിയ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മുന്നോക്കക്കാരനും പിന്നോക്കക്കാരനും എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ പല ഭാഗങ്ങളാക്കി മാറ്റി അത് കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും അതുപോലെ മുസ്ലിം സഹോദരരുടെയും വോട്ടുകൾ കിട്ടും എന്ന് ധരിച്ചുകൊണ്ടാണ് ഈ അനാവശ്യമായി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്തസംഗമം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. 5 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷത്തോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സംഗമം അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. ശബരിമല വിഷയമുയർത്തിയുള്ള നാമജപവും അയ്യപ്പ ജ്യോതി തെളിയിച്ചുള്ള പ്രതിഷേധങ്ങൾക്കും താൽക്കാലിക സമാപനമാണ് അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സമിതി ലക്ഷ്യമിടുന്നത്. വൈകുന്നേരം 3 മണിയോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാമജപയാത്ര ആരംഭിക്കും. 4 മണിയോടെ പുത്തിരിക്കണ്ടം മൈതാനത്ത് പൊതുപരിപാടി തുടങ്ങും. കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. കർമ്മസമിതി പ്രവർത്തകർ, ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുമടക്കം 2 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന പ്രതിജ്ഞയും സംഗമത്തിൽ ചൊല്ലും. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. TP സെൻകുമാർ, KP ശശികല അടക്കം 20-ലധികം പേർ പരിപാടിയിൽ പ്രസംഗിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗവുമായ CP നായർ. തന്നോട് ചോദിക്കാതെയാണ് പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയതെന്നും CP നായർ ന്യൂസ് 18നോട് പറഞ്ഞു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രസംഗിക്കുന്ന 20 പേരുടെ പട്ടികയിലാണ് സംഘാടകർ CP നായരുടെ പേരും ഉൾപ്പെടുത്തിയത്. സ്ഥിരീകരണത്തിനായി ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം കൂടിയായ CP നായരെ ഫോണിൽ ബന്ധപ്പെട്ടു. സംഘാടകരിൽ ആരും തന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പട്ടികയിൽ പേര് ചേർത്തത് തന്നോട് ചോദിക്കാതെയാണ്. പരിപാടിയിൽ പങ്കെടുക്കില്ല. കൊല്ലത്ത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയോടെ കൊല്ലത്തേക്ക് പോകുമെന്നും CP നായർ പറഞ്ഞു. വിവാദമാക്കാനോ പരാതി നൽകാനോ താൽപര്യമില്ലെന്നും CP നായർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. സീറോ മലബാർ സഭാ സിനഡ് തീരുമാനങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന സർക്കുലർ ഇന്ന് സഭയുടെ കീഴിലുള്ള പള്ളികളിൽ വായിക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വൈദികരോടും സന്യസ്തരോടും വിശ്വാസ സമൂഹത്തോടുമുള്ള അഭിസംബോധന എന്ന രീതിയിലാണ് സർക്കുലർ. സഭയിൽ ചില വൈദികരും സന്യസ്തരും അച്ചടക്കത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചതായി സിനഡിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അച്ചടക്ക നടപടികൾ സഭയിൽ കർശനമാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. മാധ്യമങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും വൈദികരും സന്യസ്തരും മുൻകൂർ അനുമതി വാങ്ങണമെന്നും സിനഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിർദ്ദേശങ്ങൾ അനുകൂലിക്കുന്നില്ലെന്നും സർക്കുലർ ബിഷപ്പ് ഹൌസിന് മുന്നിൽ കത്തിക്കുമെന്നും കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം അറിയിച്ചു. മനുഷ്യക്കടത്തിലെ കണ്ണികൾ തേടി. മുനമ്പം തീരത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോയവരിൽ ശ്രീലങ്കൻ പൌരന്മാരും. ഗുരുവായൂരിൽ ലോഡ്ജിൽ താമസിച്ച 10 പേർ ശ്രീലങ്കക്കാരായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുനമ്പം വഴി ന്യൂസിലാൻഡിലേക്ക് പോകാനായി 100ഓളം പേരാണ് ഗുരുവായൂരിൽ 3 ലോഡ്ജുകളിൽ ഒരാഴ്ച താമസിച്ചത്. ജനുവരി 5 വൈകിട്ട് 5 മണിയോടെയാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ബസ്സിൽ ഗുരുവായൂരിൽ സംഘമെത്തിയത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജുകളായ സിയ ടവർ, പ്രാർത്ഥന ഇൻ, പ്രസാദം മിൽ എന്നിവിടങ്ങളിൽ ഇവർ താമസം ഉറപ്പാക്കി. ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ പൂജയ്ക്ക് വേണ്ടിയാണ് ഗുരുവായൂരിൽ എത്തിയതെന്നാണ് സംഘം ധരിച്ചിരുന്നത്. പ്രസാദം മില്ലിൽ താമസിച്ച 3 കുടുംബങ്ങൾ ശ്രീലങ്കൻ സ്വദേശികളായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ അഡ്രസ് പ്രൂഫായി ലോഡ്ജിൽ നൽകിയത് ശ്രീലങ്കൻ പാസ്പോർട്ടായിരുന്നു. ഇവർക്ക് ഇന്ത്യൻ വിസയും ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീലങ്കയിൽ നിന്ന് ജനുവരി 4-നാണ് സംഘം ചെന്നൈയിലെത്തിയത്. 7-ാം തീയതി പ്രസാദം മില്ലിലെ താമസം അവസാനിപ്പിച്ച് ശ്രീലങ്കൻ സ്വദേശികൾ പ്രാർത്ഥന ഇന്നിലേക്ക് മാറി. പ്രാർത്ഥന ഇന്നിലും സിയ ടവറിലുമുള്ളവർ ഡൽഹി, ചെന്നൈ സ്വദേശികളായിരുന്നു. ഒരാഴ്ച ഗുരുവായൂരിൽ ചെലവിട്ട ശേഷം ജനുവരി 11-ാം തീയതി 4:30-യോടെ ബസ്സിലും ട്രാവലറിലുമായി ഗുരുവായൂരിൽ നിന്ന് മുനമ്പത്തേക്ക് സംഘം പുറപ്പെട്ടു. 12-ന് പുലർച്ചെ ന്യൂസിലാൻഡിലേക്ക്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രഭു അറിയപ്പെടുന്നത് പല പേരുകളിൽ. ദീപക് എന്നും സുന്ദർലിംഗം എന്നുമൊക്കെ അറിയപ്പെടുന്ന പ്രഭു അറസ്റ്റിലായത് ന്യൂസ് 18നോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ്. അംബേദ്കർ നഗർ കോളനിയിൽ ന്യൂസ് 18 2 ദിവസമായി നടത്തിയ അന്വേഷണത്തിൽ ഡൽഹി പോലീസിന്റെ അടക്കം വീഴ്ചകളാണ് വ്യക്തമാകുന്നത്. ആദ്യം ലഭിച്ചത് ഒരു നമ്പർ, പേര് ദീപക്. മുനമ്പത്ത് നിന്ന് മടങ്ങി ഡൽഹിയിലേക്ക് വരുന്ന യുവാവ്. വിളിച്ചപ്പോൾ പദ്ധതിയുടെ ഏകദേശ രൂപരേഖ വെളിപ്പെടുത്തി. എല്ലാ രേഖകളുമുണ്ട്. അടുത്ത ദിവസം രാവിലെ അംബേദ്കർ നഗർ കോളനിയിലെ 203-ാം നമ്പർ വീട്ടിൽ വന്നാൽ രേഖകൾ നൽകാം, ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാം. ദീപകിനെ കാണാൻ ഞങ്ങൾ 7 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ സ്ഥലത്തില്ലെന്ന് മറുപടി, ഫോൺ സ്വിച്ച്ഡ് ഓഫ്. ദീപകിനെ ആർക്കും അറിയില്ല. വിവരങ്ങൾ പലർക്കും അറിയാമെന്ന് തോന്നിയെങ്കിലും ആരും തുറന്നു പറയാൻ തയ്യാറല്ല. ആരെയോ ഭയക്കുന്നത് പോലെ. വാട്സാപ്പിലെ പ്രൊഫൈൽ ചിത്രം കാണിച്ചപ്പോൾ അയൽവാസികളിൽ ചിലർ പറഞ്ഞു, ഇത് ദീപകല്ല, സുന്ദർലിംഗമാണെന്ന്. ഞങ്ങളുടെ അന്വേഷണം അങ്ങനെ സുന്ദരത്തിലേക്കായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രദേശമായതിനാൽ ശ്രദ്ധയോടെയായിരുന്നു നീക്കം. ഭാര്യ സരസ്വതിയുടെ നിയന്ത്രണത്തിലുള്ള കറുപ്പുസ്വാമി കോവിലിൽ ഞങ്ങളെത്തി. സുന്ദരലിംഗം മധുരയിൽ ഒരു കുടുംബച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് മറുപടി. സരസ്വതിയും സഹോദരിയും മക്കളും ബന്ധുക്കളും വിദേശത്തേക്ക് പോയ കാര്യം സ്ഥിരീകരിച്ചു. വിലക്കിയിട്ടും മക്കൾ പോയതിലുള്ള സങ്കടവും ഇരുവരും പങ്കുവച്ചു. പിന്നീട് അയൽവാസികളോട് അന്വേഷിച്ചപ്പോഴാണ് ദീപക് തന്നെയാണ് പ്രഭു എന്ന് വ്യക്തമായത്. പ്രഭുവിന്റെ അമ്മയാണ് ഞങ്ങളോട് സംസാരിച്ചവരിൽ ഒരാളെന്നും. വാട്സപ്പിൽ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ചിരുന്നത് വല്യച്ഛൻ സുന്ദർലിംഗത്തിന്റെ ഫോട്ടോ.
2 ദിവസമായി ന്യൂസ് 18 നടത്തിയ ഫോൺ സംഭാഷണത്തിലെ പ്രഭുവിന്റെ വെളിപ്പെടുത്തലുകൾ കേസിൽ വഴിത്തിരിവാകുന്നതിനിടെയാണ് പോലീസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. കൂട്ടുപങ്കാളികൾ ഇപ്പോഴും രാജ്യതലസ്ഥാനത്തുണ്ട്, ഡൽഹി പോലീസിന്റെ കൺമുന്നിൽ തന്നെ. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വീണ്ടും വെള്ളം മുറ്റാൻ കൊക്കക്കോള. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനൊരുങ്ങി കൊക്കക്കോള. നിലവിലെ പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങളായെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് പെരുമാട്ടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്. എയർ ഇന്ത്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂക്ഷ വിമർശനം. പ്രവാസികളെ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകുന്നത് ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യയാണെന്ന് പിണറായി കുറ്റപ്പെടുത്തി. കോഴിക്കോട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന സമീപനമാണ് എയർ ഇന്ത്യയുടേത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ല. ഒഴിവുകാലം കണക്കാക്കി 4ഉം 5ഉം ഇരട്ടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഈ എയർ ഇന്ത്യയാണ് ഈ ചൂഷണത്തിന്റെ നായകസ്ഥാനത്ത് നിന്ന്. ഒരു രാജ്യത്തെ ഇത്തരമൊരു സംവിധാനത്തിന് പ്രവാസികളെ കൊള്ളയടിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകുന്നു. മൃതദേഹം കൊണ്ടുവരുന്ന കാര്യം അതൊരു കൊടിയ ചൂഷണം എന്ന നിലയിൽ ഉണ്ടായത്. ഇതിനെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മാറേണ്ടതായിട്ടുണ്ട്. നാടിന്റെ അഭിവൃദ്ധിക്ക് പ്രവാസികളെ എങ്ങനെ പങ്കാളികളാക്കാമെന്ന ആശയമാണ് ലോക കേരള സഭയ്ക്ക് പിന്നിൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപത്തിന് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രവാസി ക്ഷേമത്തിനായി കൺസോർഷ്യം രൂപീകരിക്കണമെന്ന ആവശ്യം കേന്ദ്രം അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പ്രവാസി സംഘത്തിന്റെ 5ാം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റായി PT കുഞ്ഞുമുഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദർ MLAയും വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നിർത്തിവെച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഏജൻസി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതാണ് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കാരണം. പാതയുടെ നിർമ്മാണം സ്തംഭിച്ചതോടെ യാത്രക്കാരും പ്രദേശവാസികളും ഒരുപോലെ ദുരിതത്തിലായി. സേലം കന്യാകുമാരി ദേശീയപാതയിൽ വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെയുള്ള 28.5 കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് പ്രതിസന്ധിയിലായത്. 70% നിർമ്മാണം പൂർത്തിയായ പാതയിൽ വടക്കഞ്ചേരി പട്ടിക്കാട് മേൽപ്പാലങ്ങളാണ് ഇനി പ്രധാനമായും പൂർത്തിയാക്കേണ്ടത്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത KMC ഗ്രൂപ്പ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതാണ് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കാരണം. വടക്കഞ്ചേരിയിൽ പാലവും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 2 കിലോമീറ്റർ പാത പൂർത്തിയാക്കണം. ഇതിൽ പാലത്തിന്റെ പണി ഭാഗികമായി തീർന്നെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാവാത്തത് യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ ദുരിതത്തിലാക്കി. ഓരോ മാസവും ഈ മാസം പണി തീരും, ഈ മാസം പണി തീരും പറയല്ലാതെ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഒരു ചെറിയൊരു പ്രോജക്റ്റ് നടക്കുന്ന വർക്കിന് അത്രയേ ആൾക്കാർ ഇതിനകത്തുള്ളൂ.
അല്ലാതെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടക്കേണ്ട ആവശ്യത്തിനുള്ള ആൾക്കാരോ മറ്റുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചാൽ 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു. ഇപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സാമ്പത്തികമാണ് പ്രശ്നം. 3 മാസം കൊണ്ട് എല്ലാം നമുക്ക് ഫിനിഷ് ചെയ്ത വർക്കേ ഉള്ളൂ. പിന്നെ കാലാവസ്ഥന്റെ ബാക്കിയുള്ളത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. 2010 വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 9 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് നിർമ്മാണ ഏജൻസിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും അനാസ്ഥ മൂലമാണെന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് 18 പാലക്കാട്. വ്യക്തിഹത്യ നടത്തിയും കൃത്രിമ മാർഗത്തിലൂടെയും നേടിയ തെരഞ്ഞെടുപ്പ് ജയത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് കൊടുവള്ളിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖ്. ജയപരാജയങ്ങൾക്കപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടുവെന്നും MA റസാഖ് പറഞ്ഞു. കൊടുവള്ളിയിൽ കാരാട്ട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധിയുണ്ടായ ദിവസം MA റസാഖ് ഉംറ തീർത്ഥാടനത്തിലായിരുന്നു. വോട്ടർമാർക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് MA റസാഖ് പ്രതികരിച്ചു. ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയുള്ള അവമതിപ്പ് മാറ്റിയെടുക്കാൻ ഈ കോടതി വിധി സഹായകരമായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോൽക്കും, പക്ഷേ തോൽക്കുന്നത് അത് കൃത്രിമമായ മാർഗത്തിലൂടെയാണ് തോൽപ്പിക്കപ്പെടുന്നത്, ജനാധിപത്യ മാർഗത്തിലൂടെയല്ല. ജനാധിപത്യ മാർഗത്തിലൂടെയാണെങ്കിൽ സ്വാഭാവികമായ തോൽവി നമുക്ക് സംഭവിക്കാം. കേസിൽ 3 സത്യവാങ്മൂലങ്ങളാണ് ഹൈക്കോടതിക്ക് മുൻപിലെത്തിയത്. ആദ്യത്തേത് കാരാട്ട് റസാഖ് നൽകി. സത്യവാങ്മൂലം നൽകിയ മറ്റു 2 പേർ വിവാദ വീഡിയോയിലുള്ള CPM പ്രാദേശിക നേതാവ് NK സുരേഷും വീഡിയോ തയ്യാറാക്കിയ സ്റ്റുഡിയോ ഉടമ UK ഷബീലുമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വീഡിയോ തയ്യാറാക്കിയ കാര്യം 3 പേരും പറയുന്നുണ്ട്. CPMന്റെ 2 പ്രതിനിധികൾ ആ വീഡിയോക്കകത്ത് കാണുന്നുണ്ട്. അപ്പോൾ വ്യാജ CD ആണെങ്കിൽ എങ്ങനെയാണ് അവരതിലെത്തുക? അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പറയുന്നത് എന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ പിറകിൽ CPM ആണോ? നമ്മൾ സംശയിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ തയ്യാറാക്കിയതിന് 75,000 രൂപ വാങ്ങിയെന്ന് സ്റ്റുഡിയോ ഉടമ സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട്. കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിൽ ആ തുക കാണിച്ചിട്ടുമില്ല. KL11 AK 9565 എന്ന നമ്പറിലുള്ള ടാറ്റ എയ്സിലാണ് വിവാദ വീഡിയോ പ്രദർശിപ്പിച്ചത്. ഇത് കാരാട്ട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച വാഹനമാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞതോടെയാണ് അനുകൂല വിധിയുണ്ടായത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സൺഡേ ന്യൂസിലേക്ക് വീണ്ടും. രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിക്കാതെ കർണാടക. കോൺഗ്രസിന്റെ 76 MLA-മാർ ഇപ്പോഴും റിസോർട്ടിൽ തുടരുന്നു. നിയമസഭാ കക്ഷിയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 2 MLA-മാർ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും BJP MLA-മാർ ഹരിയാനയിൽ നിന്ന് മടങ്ങിയെത്തുമെന്നും BS യെദ്യൂരപ്പ അറിയിച്ചു. ബംഗളൂരുവിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് 4 MLA-മാർ വിട്ടുനിന്നതോടെയാണ് ഓപ്പറേഷൻ താമരയുടെ തണ്ട് പൂർണ്ണമായും ഒടിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായത്. ഇതോടെ MLA-മാരെ കോൺഗ്രസ് റിസോർട്ടിലേക്ക് മാറ്റി. കോൺഗ്രസിന്റെ 76 MLA-മാരെയാണ് മുതിർന്ന നേതാവും മന്ത്രിയുമായ DK ശിവകുമാറിന്റെ റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന നാഗേന്ദ്രയും ഉമേഷ് ജാദവും കാരണം അറിയിച്ചെങ്കിലും വിമത നേതാവും മുൻ മന്ത്രിയുമായ രമേശ് ജാർക്കിഹോളിയും മഹേഷ് കുമത്തലിയും ഇതുവരെ നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടില്ല. മുംബൈയിൽ തങ്ങുന്ന ഇവർ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ BS യെദ്യൂരപ്പ കോൺഗ്രസ് JDS സർക്കാരിനെ BJP അട്ടിമറിക്കില്ലെന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയത്. ഓപ്പറേഷൻ താമര വാടിപ്പോയതിന് BJP കേന്ദ്ര നേതൃത്വം യെദ്യൂരപ്പയെ ശാസിച്ചതായി വാർത്ത പുറത്തുവന്നിരുന്നു. തുടർന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അട്ടിമറി ശ്രമം ഉപേക്ഷിച്ചതായി പരസ്യ പ്രഖ്യാപനം നടത്തിയെന്നാണ് സൂചന. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയിൽ പൈപ്പ് ലൈനിൽ നിന്നും എണ്ണ മോഷ്ടിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ 71 പേർ മരിച്ചു. അപകടത്തിൽ 76 പേർക്ക് പരിക്കേറ്റു. ചോർച്ചയുണ്ടായ പൈപ്പ് ലൈനിൽ നിന്നും പ്രദേശവാസികൾ എണ്ണ മോഷ്ടിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാവുകയായിരുന്നു. മെക്സിക്കോ സിറ്റിക്ക് 110 കിലോമീറ്റർ വടക്ക് ഭാഗത്താണ് സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ഇന്ധനമോഷണത്തിനെതിരെ സർക്കാർ വ്യാപക പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കെയാണ് അപകടം. 49ാം ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിസ് റിസോർട്ട് പട്ടണമായ ദാവോസിൽ 22-ന് ആരംഭിക്കും. 4 ദിവസം നീളുന്ന ഫോറത്തിൽ 65ഓളം രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. അതേസമയം ഭരണസ്തംഭനത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെ തുടർന്ന് ഇതാദ്യമായി US പ്രതിനിധി സംഘം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി സുരേഷ് പ്രഭുവാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക.
അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്നത് പരിഗണനയിലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിലാകും പദ്ധതി. സാധ്യതാ പഠനത്തിനായി വ്യവസായ വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. പാലക്കാട് ചേർന്ന ജില്ലാ വ്യവസായ നിക്ഷേപക സംഗമത്തിലാണ് അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയുടെ സ്ഥലത്ത് പുതിയ ഭക്ഷ്യസംസ്കരണ കേന്ദ്രം തുടങ്ങുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. പദ്ധതിയെക്കുറിച്ച് ആദ്യഘട്ട ചർച്ച പൂർത്തിയായതായും മന്ത്രി വ്യക്തമാക്കി. ഇത് ഡിസ്റ്റിലറി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ കർഷകർക്ക് ഉപയോഗപ്രദമാകുന്ന വ്യവസായങ്ങൾ തുടങ്ങണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, KCDCനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി. പാലക്കാട്ടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചിറ്റൂർ ഷുഗർ ഫാക്ടറി മലബാർ ഡിസ്റ്റിലറിയായി പുനർനാമകരണം ചെയ്തിരുന്നുവെങ്കിലും മദ്യ ഉൽപാദനം ആരംഭിച്ചിരുന്നില്ല. ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സർക്കാർ ഭക്ഷ്യസംസ്കരണ കേന്ദ്രത്തിന്റെ സാധ്യത തേടുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 പാലക്കാട്. പേരാമ്പ്ര സൂപ്പിക്കടയിൽ പഞ്ചായത്ത് അധികൃതരുടെ സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് വിവാദ മഖ്ബറ നിർമ്മാണം പുരോഗമിക്കുന്നു. അനുമതി പോലും വാങ്ങാതെ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നായിരുന്നു പഞ്ചായത്തിന്റെ ഉത്തരവ്. സൂപ്പിക്കടയിൽ നിപ്പ വൈറസ് ബാധയുണ്ടായതിന് കാരണം മഖ്ബറ സംരക്ഷിക്കാത്തതാണെന്ന പ്രചാരണത്തോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം. നിർമ്മാണത്തിനാവശ്യമായ അനുമതി വാങ്ങാത്തതിനാൽ മഖ്ബറ പൊളിച്ചു നീക്കാൻ ചെങ്ങരോത്ത് പഞ്ചായത്ത് സെപ്റ്റംബർ 19 നോട്ടീസ് നൽകി. എന്നാൽ കെട്ടിടം പൊളിച്ചു നീക്കിയില്ലെന്ന് മാത്രമല്ല 4 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നടന്ന നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. പെർമിറ്റ് കൊടുത്തിട്ടില്ല. പെർമിറ്റ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കാൻ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് കളക്ടർക്ക് കൊടുത്തത്. അതിനിപ്പം നോട്ടീസ് കൊടുത്ത് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു. വിശ്വാസ ചൂഷണമാണ് ഇതെന്ന് തുറന്നു പറഞ്ഞ മഹല്ല് ഖത്തീബ് സൈദലവി മദനിക്ക് മഖ്ബറ അനുകൂലികളുടെ ഭീഷണി സന്ദേശങ്ങളും വന്നു തുടങ്ങി. ഇനി പോരായിണ്ടേ ഞങ്ങൾ വയനാട്ടിലും അങ്ങോട്ടും വരാം, ഒരു JCB ആയിട്ട് പേരെ ഞങ്ങൾ മാന്തു. മഹലിന്റെയും പഞ്ചായത്തിന്റെയും എതിർപ്പുകൾ മറികടന്ന് പണിത മഖ്ബറയിലേക്ക് സന്ദർശകരെ എത്തിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഭക്ഷണ വിതരണവും നടക്കുന്നു. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി പണിതുയർത്തുന്ന ഇത്തരം കെട്ടിടങ്ങൾക്ക് പിന്നിൽ വിശ്വാസത്തിന്റെ ചൂഷണം മാത്രമാണ് ലക്ഷ്യം. പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകുമെന്ന് പറയുന്ന പഞ്ചായത്ത് ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. പേരാമ്പ്ര സൂപ്പിക്കടയിൽ നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ബോളിവുഡ് താരം സണ്ണി ലിയോൺ വീണ്ടും കൊച്ചിയിലെത്തുന്നു. വാലന്റൈൻസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സണ്ണി ഇത്തവണ കൊച്ചിയിലെത്തുന്നത്. ഫെബ്രുവരി 14 നടക്കുന്ന വാലന്റൈൻസ് ഡേ പരിപാടിയിൽ സണ്ണി ലിയോണിനൊപ്പം പിന്നണി ഗായിക മഞ്ജരി, വയലിനിസ്റ്റ് ശബരീഷ്, ഗായിക തുളസി കുമാർ തുടങ്ങിയവരും ഭാഗമാകും. 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കുകൾ. AJ ഇൻഫ്രാസ്ട്രക്ചർ, നക്ഷത്ര എന്റർടൈൻമെന്റ് എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.